എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ഹോം ഡെക്കറേറ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് ഞാൻ ഇതേപോലത്തെ ഗ്ലാസിന്റെ ജാറുകളും ബൗളൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഡിന്നർ സെറ്റിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ, ഈ ജാറും ബൗളൊക്കെ. നിങ്ങളുടെ ഇതേപോലത്തെ ജാറുകളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ വെള്ളം കുടിക്കുന്ന ചില്ല് ഗ്ലാസ് ഇല്ലേ, ആ ചില്ല് ഗ്ലാസ്സിലായാലും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ ജാർ എടുത്തിട്ട് ഞാൻ ഇതേപോലെ സെല്ലോ ടൈപ്പ് വളഞ്ഞു പൊളിഞ്ഞ് പോവാണ്ട് നമ്മളിതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് താഴെയായിട്ട് ഞാൻ ഇതേപോലെ ഗ്ലാസ് പെയിന്റ് ആണ് എടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസ് പെയിന്റ് ഞാൻ ഇതേപോലെ പിങ്കും ചുവപ്പും കൂടി മിക്സ് ചെയ്തിട്ടാണ്, എൻ്റെ പെയിന്റ് കമ്മിയായ കാരണം കൊണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പെയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് വേണമെങ്കിൽ ജാറ് ഫുള്ള് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം. ഒരേ കളറോ ഡബിൾ കളറോ അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്തിട്ടോ നമുക്ക് അടിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ വേണ്ടതേപോലെ പകുതി പോർഷനായിട്ട് വേണമെങ്കിലും അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന്റെ മൂടി എന്ന് പറയുന്നത് ഇതേപോലത്തെ ഗ്ലാസിന്റെ പിടുത്തുള്ള മൂടിയാണ്. അപ്പോൾ അതിലും ഞാൻ ഇതേപോലെ പെയിന്റ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടിയിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. കാരണം അധികം കട്ടിയിലുണ്ടെങ്കിൽ അതുകൊണ്ട് പീൽ ചെയ്ത് പോരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വെറുതെ ഒരു ഷെയ്ഡിങ് പോലെ മൂടിയിൽ കൊടുക്കുന്നുള്ളൂ, ഇതിന്റെ അടപ്പ് ഭാഗത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ നമ്മുടെ പെയിന്റ് ഒക്കെ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമ്മളിത് ആ സെല്ലോ ടേപ്പ് ഊരി മാറ്റുകയാണ്. അപ്പോൾ മെല്ലെ കെയർഫുൾ ആയിട്ട് വലിച്ചെടുക്കാൻ പാടുള്ളൂ. ഒറ്റ വലിക്ക് ഇത് വലിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ആ പെയിന്റും അതേപോലെ ഒറ്റ വലിക്ക് ഇങ്ങോട്ട് പോരും. അപ്പോൾ ഒന്ന് മെല്ലെ ഒന്ന് കെയർഫുൾ ആയിട്ട് നമ്മളിത് വലിച്ചെടുക്കുക. അങ്ങനെ ഫുള്ളും അങ്ങനെ വലിച്ചതിന് ശേഷം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മെറ്റാലിക് ഗ്ലാസ് ലൈനറാണ്. മെറ്റാലിക് സിൽവർ കളറുള്ള ഗ്ലാസ് ലൈനറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഗോൾഡ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഈ ഒരു കളർ മാത്രമായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ മെറ്റാലിക് ഗോൾഡ് കളർ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. 35 രൂപയാണ് നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഗ്ലാസ് ലൈനർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിൽവറും ബ്ലാക്കും ഗോൾഡൊക്കെ വാങ്ങിക്കാൻ കിട്ടും. 35 രൂപയാണ് കടയിൽ ഇവിടെ വില. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ സെപ്പറേറ്റ് ചെയ്താൽ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിച്ചിട്ട് അത് ഉപയോഗിക്കാം. അപ്പം ഇത് കുറച്ച് നേരം ഡ്രൈ ആവാൻ എടുക്കും. എന്തായാലും 1 മണിക്കൂർ എന്തായാലും വേണം, 2 മണിക്കൂറൊക്കെ വേണം നന്നായിട്ട് ഡ്രൈ. ഫുള്ള് ഇതേപോലെ ഗ്ലാസ് ലൈനർ കൊണ്ട് ഡിസൈൻ ചെയ്യാണ്. ഞാൻ നമ്മുടെ മെഹന്തി ഡിസൈൻസ് ഒക്കെ പോലത്തെ ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ വരയ്ക്കാൻ അറിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂവോ അങ്ങനെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് മെഹന്തി ഡിസൈൻസ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഡിസൈൻസ് ഇഷ്ടംമാതിരി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നോക്കി വരയ്ക്കാട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡ്രൈ ആകാൻ വെക്കുകയാണ്. എല്ലാ ഡിസൈനും ഇതേപോലെ ചെയ്തെടുത്തു. അപ്പോൾ ഇത് ഫുള്ള് ഡ്രൈ ആയിട്ട് വരുമ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നമുക്ക് ഇതേപോലെ ഹോം ഡെക്കറേറ്റീവ് ആയിട്ട് വെക്കാം. ഇല്ലെങ്കിൽ ഞാനൊരു മെഴുകുതിരി കത്തിച്ച് വെച്ച് കൊടുത്തു. അപ്പോൾ ആ ഗ്ലാസ് പെയിന്റിന്റെ ഡിസൈനിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ മെഴുകുതിരിയുടെ വെളിച്ചം ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇതൊക്കെ നമുക്കൊരു നൈറ്റ് പാർട്ടിക്കൊക്കെ ഉപയോഗിക്കാം. ട്രൈ ചെയ്ത് നോക്കണം. അടുത്തതായിട്ട് ഇതേപോലത്തെ ഗ്ലാസിന്റെ ജാർ തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ജാറില്ലെങ്കിൽ നമ്മൾ ചായയും വെള്ളമൊക്കെ കുടിക്കുന്ന ചില്ല് ഗ്ലാസ്സിൽ അതായാലും മതി. അപ്പൊ അതിൽ ഞാൻ ഗ്ലാസ് ലൈനർ കൊണ്ടാണ് ഫുള്ള് ഇതേപോലെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ ഗ്ലാസ് ലൈനർ ഇല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സിന്റെ മുകളിലൊക്കെ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് എംബ്രോയിഡറി ഇല്ലേ, അതായാലും മതി. അത് പല കളറിൽ അവൈലബിൾ ആണ്. 15 to 25 ആ റേഞ്ചിനുള്ളിലാണെന്ന് തോന്നുന്നു അതിന്റെ റേറ്റ് ഉള്ളത്. പല കളറിലുണ്ട്. ഞാനിവിടെ മെറ്റാലിക് ഗോൾഡ് കളർ എടുത്തിട്ടുണ്ട്. ആ മെറ്റാലിക് ഗോൾഡ് കളർ കൊണ്ട് ബാക്കി ഈ സിൽവറും ഗ്ലാസ് ലൈനർ സിൽവറും ഈ ഗോൾഡും ലിക്വിഡ് എംബ്രോയിഡറി ഗോൾഡും കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഫുൾ ഇതേപോലെയാണ്. ഇനി ഈ ലിക്വിഡ് എംബ്രോയിഡറി ഇല്ലെങ്കിൽ നമുക്ക് 3D ഔട്ട്ലൈനർ ഉപയോഗിക്കാം. എന്നിട്ട് ഞാനിവിടെ മഞ്ഞ ഗ്ലാസ് പെയിന്റ് കൊണ്ട് ഇതേപോലെ ഒരു കോട്ടിങ് മുകളിൽ അടിച്ചു കൊടുത്തു. ഫുള്ള് ഡ്രൈ ആയതിനു ശേഷം ഇതിലൊരു മെഴുകുതിരി വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അടുത്തതായിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു കുട്ടി ബൗളാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കൂട്ടാനൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഡിന്നർ സെറ്റിലുള്ള കുട്ടി ബൗൾ തന്നെയാണ്. അതിൽ ഞാൻ 3D ഔട്ട്ലൈനർ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഞാൻ ഗ്ലാസ് പെയിന്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ കുറേ ഇലകളും പൂക്കളൊക്കെ ആയിട്ട് കുറേ ചിത്രങ്ങളായിരുന്നു ഇതിൽ ഈ ബൗളിലുണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ മുകളിൽ ഞാൻ ഗ്ലാസ് പെയിന്റ് കൊണ്ട് നീലയും പച്ചയും പിങ്കും ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. മഞ്ഞൊക്കെ ഉപയോഗിച്ചിട്ട് ഫുള്ള് ഇതേപോലെ പൂക്കൾക്കും ഇലകൾക്കും ഒക്കെ അങ്ങനെ പെയിന്റ് ചെയ്ത് കൊടുത്തു. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചു. അതിനുശേഷം ഞാൻ മഞ്ഞ ഗ്ലാസ് പെയിന്റ് കൊണ്ട് ബൗൾ മൊത്തം അടിയിൽ നിന്നും മുകളിൽ നിന്നും ഇങ്ങനെ ഷെയ്ഡിങ് മാതിരി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പെയിന്റ് കുറച്ച് ഇതായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒത്തിരി വെള്ളം മിക്സ് ചെയ്തിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അത് വാട്ടർ സോല്യൂബിൾ ആണ് പെയിന്റ്. അപ്പം
അങ്ങനെ ഫുള്ള് ഇതേപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം ചിലപ്പോൾ വെള്ളം മിക്സ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ അതൊന്ന് പറഞ്ഞു പോരാൻ ചുരണ്ടി നോക്കിയാണെങ്കിൽ ചിലപ്പോൾ അത് പോരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളൊന്ന് ക്ലിയർ വാർണിഷ് എല്ലാ പെയിൻ്റൊക്കെ ഉണങ്ങി കഴിഞ്ഞ ശേഷം നമ്മൾ ക്ലിയർ വാർണിഷ് അടിച്ചു കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ മരത്തിനടിക്കുന്ന വാർണിഷ് ആയാലും മതി. അപ്പോൾ ഏതെങ്കിലും ഒരു വാർണിഷ് നമ്മളത് അടിച്ചു കൊടുത്താൽ പിന്നെ അത് പറഞ്ഞു പോരുന്നുള്ള പേര് നമുക്ക് വേണ്ട. അപ്പോൾ അതേ നമുക്ക് ഇതേപോലെ തന്നെ ഡെക്കറേറ്റീവ് ഐറ്റമായിട്ട് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ഇൻഡോർ പ്ലാന്റർ ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ ജ്വല്ലറി ഒക്കെ ഇട്ട് വെക്കാനുള്ളൊരു സ്റ്റെപ്പായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ഞാൻ മെഴുകുതിരി കത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊരു കാൻഡിൽ ഹോൾഡർ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ആ മെഴുകുതിരിയുടെ വെളിച്ചത്തിലൂടെ ആ ചുറ്റും ഇങ്ങനെ ആ പൂക്കളുടെ ഇലകളുടെ ഒക്കെ ഡിസൈനുകൾ ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ക്യാമറയിൽ കാണാനായിട്ട് ഭംഗി നമുക്ക് നേരിട്ട് കാണാനാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോക്കണം. നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവില്ലേ ഇതുപോലത്തെ ഡിന്നർ സെറ്റിലൊക്കെ ഇരിക്കുന്ന പാത്രങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.